പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തിരക്കിട്ട പ്രചരണത്തിന്റെ എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അമൃത വാർത്തകളോട് തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിലും സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടുകൾ സ്വന്തം ക്യാമ്പിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥിയും വോട്ടർമാരെ കാണാനായി വിവിധ പ്രത്യേകം തിരഞ്ഞെടുത്ത വീടുകളെല്ലാം സന്ദർശിക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം ഇതിനിടയിൽ അവസാനത്തെ എൻഡിഎയുടെ ഒരു സാധ്യതയെക്കുറിച്ച് വിശദീകരിക്കും. എന്താണ് എൻഡിഎയുടെ ഏറ്റവും അവസാന റൗണ്ടിലെത്തുമ്പോഴുള്ള കാര്യം? ഞങ്ങൾ വളരെ മുന്നിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണ്. ഞങ്ങൾ ശുഭപ്രതീക്ഷയോടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ തുടക്കത്തിലുള്ള ഒരു മൗനവും ആ ഒരു തണുപ്പൻ ഇതൊക്കെ മാറി ഇപ്പം വളരെ സജീവമാണ് എൻഡിഎ പ്രവർത്തകർ. എല്ലാവരും എല്ലാ ഭാഗത്തും വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ വിജയിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ എന്ത് വ്യത്യാസമാണ് ഫീൽഡിൽ നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോഴൊരു മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഒരു മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങൾ എൻഡിഎക്ക് അനുകൂലമായി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. മോദിജിയുടെ വികസന നയങ്ങളോട് ജനങ്ങൾക്ക് താല്പര്യം തോന്നിയിരിക്കുന്നു. ഇപ്പോൾ കർഷകർ കിട്ടുന്ന പെൻഷൻ 2000 രൂപ കിട്ടുന്നൊരു പെൻഷൻ, അതേപോലെ തന്നെ ഒരുപാട് സ്കീമുകൾ, നരേന്ദ്രമോദിജി പറഞ്ഞ സ്കീമുകൾക്കൊക്കെ ജനങ്ങൾക്ക് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. BJPയോടുള്ള തൊട്ടുകൂടായ്മ മാറിയിരിക്കുന്നു. ഇപ്പം ധാരാളം ജനങ്ങൾ, ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പോയ സ്ഥലങ്ങളിൽ ധാരാളം ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഞങ്ങളിപ്പം പോകുമ്പോൾ സ്വീകരണ സ്ഥലങ്ങളിൽ ഷെഡ്യൂൾ ചെയ്ത ആളുകൾക്ക് പുറമെ ഞങ്ങൾക്കും സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പിന്നീട് ആളുകൾ വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ചെമ്പങ്കുലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പം അവിടെ എടക്കര പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആലി സമ്പാട്ട് എന്ന് പറഞ്ഞ അവരുടെ മകൻ വളരെ പരസ്യമായി വന്ന് BJPയിൽ ചേർന്നു. അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ പല ഭാഗത്തും ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് ആകർഷകരായി പാർട്ടിയിൽ ചേരുകയാണ്. UDFിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും അതുപോലെ തന്നെ LDFിൻ്റെ PDP ബന്ധവുമെല്ലാം BJP വലിയ തോതിൽ ഉയർത്തിക്കാട്ടിയത്. ഇത് വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർ വർഗീയ പ്രീണന നയമല്ലേ സ്വീകരിക്കുന്നത്? അതാണ് പ്രശ്നം. അവർ പരാജയ ഭീതി മൂലം വർഗീയ പ്രീണന നയം സ്വീകരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ വർഗീയ കക്ഷികളെ പ്രീണിപ്പിക്കാൻ ഞങ്ങൾ നടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മതേതരത്വ വിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ മതന്യൂനപക്ഷങ്ങളെല്ലാം വലിയ തോതിൽ BJPയോട് എൻഡിഎയോട് അടുക്കുന്നു എന്ന് തന്നെയാണോ ഇതെന്ന് മനസ്സിലാക്കുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും, മുസ്ലിം ജനങ്ങൾ, എല്ലാ ആളുകളും ഞങ്ങളുടെ പ്രസംഗരായിട്ടുള്ള മുന്നോട്ട് പോകുന്ന പല പ്രസംഗങ്ങളും ഇർഷാദ് ഉൾപ്പെടെയുള്ള നല്ല ശക്തരായ മുസ്ലിം നേതാക്കന്മാരുണ്ട്. നല്ല എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് കിട്ടുന്നത്. അവസാനം വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും മാറ്റമുണ്ട്, വളരെയേറെ മാറ്റമുണ്ട്. ജനങ്ങൾ പ്രതീക്ഷയോടെയല്ലേ ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്നത്. ഈ പാർട്ടിയല്ലേ ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി. ഈ പാർട്ടിയിലേ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുള്ളൂ. ആരുണ്ട് ബാക്കിയുള്ള പാർട്ടികൾ? ആരുണ്ട് ഇവിടെ നമുക്കൊന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാരുണ്ട്? പിന്നെ ഇടതുപക്ഷത്തിലാണെങ്കിൽ ഏത് പാർട്ടിയാണ്? കേരളത്തിലൊഴികെ ബാക്കിയുള്ളിടത്തൊക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ. കോൺഗ്രസിൻ്റെയും സ്ഥിതി മറിച്ചല്ല. അപ്പോൾ ഇനിയും ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സാധാരണക്കാരും നേതാക്കളും മധ്യവർഗികളും എല്ലാവരും കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഈ പാർട്ടിക്ക് മാത്രമേ ഇനി ഭാവിയിൽ പ്രതീക്ഷയുള്ളൂ. ഭാരതത്തിൻ്റെ ഭാവി പ്രതീക്ഷ ഈ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവസാനത്തെ പ്രചരണം എങ്ങനെയാണ്? ഇപ്പോൾ നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ പാർശ്വ പോലുള്ള ആളുകളെ വളരെയേറെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന പാർശ്വ പോലുള്ള ആളുകളെ ഞങ്ങൾ വീട്ടിൽ വന്ന് കാണുകയാണ്. ബാക്കിയുള്ളവരെ ഞങ്ങൾ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളുടെ സമാപന റോഡ് ഷോ ഉണ്ട്, അത് നടക്കും. പിന്നെ എല്ലാ നേതാക്കന്മാരും പല ഭാഗത്തുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഈ മേഖലയിലുണ്ട്. അവരെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. വീടാന്തരം കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ താഴെത്തട്ടിൽ ഞങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. തീർച്ചയായും എൻഡിഎ സ്ഥാനാർത്ഥി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി. കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.